ബ്രാഹ്മണ വേഷത്തിൽ പാഞ്ചാലപുരത്തെത്തിയ പാണ്ഡവന്മാർ അന്ന് ഒരു കുശവന്റെ ആലയിലാണ് അന്തിയുറങ്ങിയത്. സ്വയംവര ദിനം വന്നെത്തി. സ്വയംവരത്തിൽ പങ്കെടുക്കാനെത്തിയ ഒട്ടനവധി രാജാക്കന്മാരെ പാഞ്ചാല രാജൻ യഥോപുരം സ്വീകരിച്ചു സൽക്കരിച്ചു. വിഷമമേറിയ ഒരു പരീക്ഷ തന്നെയാണ് പാഞ്ചാലിയുടെ സ്വയംവരത്തിന് ദ്രുപദൻ നിശ്ചയിച്ചിരുന്നത്. അതിവേഗത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു യന്ത്രം വളരെ ഉയരത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നു. ആ യന്ത്രത്തിനകത്ത് ഒരു കൃത്രിമ കിളിയെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. യന്ത്രത്തിൻ്റെ ചെറിയ പഴുതിൽ കൂടി ഒരേ സമയം 5 അമ്പുകൾ എയ്ത് ആ കൃത്രിമ കിളിയുടെ കഴുത്തറുത്ത് വീഴ്ത്തുന്നവനെ പാഞ്ചാലിയെ വിവാഹം ചെയ്തു കൊടുക്കും. സ്വയംവര മണ്ഡപത്തിനടുത്ത് സജ്ജമാക്കി വെച്ചിരുന്ന വില്ലു കുലച്ച് ഞാൻ കെട്ടിയിട്ട് വേണം കിളിയെ അമ്പെയ്യാൻ. സമയമായപ്പോൾ മത്സരത്തിൽ പങ്കെടുക്കുന്നവരായും കാണികളായും ഒട്ടേറെ പേർ മണ്ഡപത്തിൽ വന്നു നിറഞ്ഞു. ശ്രീകൃഷ്ണനും ബലരാമനും സന്ദർശകരായി എത്തിയിട്ടുണ്ട്. ബ്രാഹ്മണരുടെ കൂട്ടത്തിൽ പാണ്ഡവർ 5 പേരും വന്നിരുന്നു. പാഞ്ചാലി രംഗപ്രവേശനം ചെയ്തപ്പോൾ വേദിയിൽ സന്നിഹിതരായിരുന്ന രാജാക്കന്മാരെയെല്ലാം ദൃഷ്ടദ്യുമ്നൻ സഹോദരിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ശ്രീകൃഷ്ണനും ബലരാമനും മാത്രമാണ് ബ്രാഹ്മണരുടെ കൂട്ടത്തിലിരിക്കുന്ന പാണ്ഡവരെ തിരിച്ചറിഞ്ഞത്. മത്സരം ആരംഭിച്ചു. മത്സര പരീക്ഷയിൽ ജയിക്കാൻ രാജാക്കന്മാർ ഓരോരുത്തരായി മുന്നോട്ട് വന്നു. അതിൽ പലർക്കും വില്ലു കുലയ്ക്കാൻ പോലും കഴിഞ്ഞില്ല. വില്ല് കുലച്ചവർക്കോ ഞാൻ കെട്ടുവാൻ കഴിഞ്ഞില്ല. ചിലർ വീണുരുണ്ട് മുറിവേറ്റു മടങ്ങി. ദുര്യോധനനുൾപ്പെടെ പല രാജാക്കന്മാരും തോൽവി സമ്മതിച്ചു മടങ്ങിയപ്പോൾ കർണൻ തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് യാതൊരു കൂസലും കൂടാതെ വില്ലെടുത്ത് ഞാൻ വലിച്ചു കെട്ടി കിളിയുടെ കഴുത്തിലേക്ക് അമ്പെയ്യാൻ ഉന്നം നോക്കി. കർണനെ തടഞ്ഞുകൊണ്ട് ദ്രൗപദി പറഞ്ഞു, നിൽക്കൂ, ഒരു സൂതപുത്രനായ നിങ്ങൾ ഈ പരീക്ഷയിൽ ജയിച്ചാലും നിങ്ങളെ ഞാൻ മാലയിട്ട് സ്വീകരിക്കുന്നതല്ല. ദ്രൗപദിയുടെ ആക്ഷേപവാക്കുകൾ കേട്ട് ലജ്ജിച്ച കർണൻ മുറിവേറ്റ മനസ്സുമായി വില്ല് തിരികെ വെച്ച് സ്വസ്ഥാനത്ത് ചെന്നിരുന്നു. അതിനുശേഷം വില്ല് കുലയ്ക്കാനെത്തിയ ശിശുപാലനും ജരാസന്ധനും ശല്യരുമൊക്കെ തോൽവി സമ്മതിച്ചു മടങ്ങി. തൻ്റെ പുത്രിയെ പരിണയിക്കാൻ വില്ലാളികൾ ആരും കൂട്ടത്തിലില്ലെന്ന് ചിന്തിച്ച് പാഞ്ചാലരാജൻ വിഷമിച്ചിരിക്കെ ബ്രാഹ്മണരുടെ കൂട്ടത്തിൽ പ്രച്ഛന്ന വേഷധാരിയായി ഇരിക്കുന്ന അർജുനൻ സാവധാനം എഴുന്നേറ്റ് ചെന്ന് വില്ലുകുലച്ച് ഒരേ സമയം 5 അമ്പുകൾ എയ്ത് നിഷ്പ്രയാസം ആ കൃത്രിമ പക്ഷിയുടെ കഴുത്തു മുറിച്ച് താഴെയിട്ടു. സുന്ദരനായ ആ ബ്രാഹ്മണ യുവാവിനെ കൃഷ്ണയ്ക്ക് ഇഷ്ടമായതിനാൽ അവൾ അയാളുടെ കഴുത്തിൽ വരണമാല്യം അണിയിച്ചു. ബ്രാഹ്മണ യുവാവിനോട് അസൂയ മുഴുത്ത രാജാക്കന്മാരെല്ലാം ഒത്തൊരുമിച്ച് യുദ്ധത്തിനൊരുങ്ങി. അതുകണ്ട പാഞ്ചാലരാജനും പുത്രൻ ദൃഷ്ടദ്യുമ്നനും ഇനി എന്തു ചെയ്യേണ്ടു എന്നറിയാതെ അമ്പരന്നു. പക്ഷേ ബ്രാഹ്മണവേഷം ധരിച്ച അർജുനനും ഭീമനും അവരെയെല്ലാം ചെറുത്തു തോൽപ്പിച്ചു.